നമസ്കാരം. യുവർ ഷോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി UK-യിലെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ പാറ്റ് നായർ. നമസ്കാരം. നമസ്കാരം. ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഡയറക്ടറായിട്ടാണല്ലോ ഇപ്പോൾ വിരമിച്ചത്. അതെ. എത്ര വർഷം മുമ്പാണ് UK-യിലെത്തിയത്? അത് 1973 നവംബർ മാസം. കുറച്ച് കാലമായി. കുറച്ച് കാലമായി. കെയിം ആസ് എ ഓർഡിനറി ഡോക്ടറായിട്ടാണോ വന്നത്? MD ഒക്കെ എടുത്തിട്ടാണോ വന്നത്? ഹൗസ് ഏജൻസി കഴിഞ്ഞ ഉടനെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നു. ആ സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. ഇവിടെ വന്ന ഉടനെ ജോലിയൊക്കെ കിട്ടി? വന്ന ഉടനെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. എൻ്റെ ഹൗസ് ഏജൻസി കഴിഞ്ഞ സമയത്ത് കമ്മ്യൂണിറ്റി മെഡിസിൻ നാട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിവിടെ റെക്കഗ്നൈസ് ചെയ്തില്ല. അത് കാരണം എനിക്ക് ഇവിടെ ഒരു 6 months ഇവിടുത്തെ ഹൗസ് ഓഫീസർ ജോബ് ചെയ്യേണ്ടി വന്നു. അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ എക്സാമും ബേസിക് എക്സാമും ചെയ്തു. സാധാരണ ഒരു ഓർഡിനറി ഡോക്ടറായിട്ട് വന്നു, കൺസൾട്ടൻ്റ് ആകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടർ പോസ്റ്റ് വരെ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എൻ അച്ചീവ്മെൻറ്റ് ഒരു മലയാളിയെ സംബന്ധിച്ചോളം. അതുകൊണ്ടാണ് നമ്മൾ UK-യിലെത്തിയിരിക്കുന്ന മലയാളികളുടെ അച്ചീവ്മെൻറ്റ് മറ്റ് ആൾക്കാരെ അറിയിക്കുന്ന ഒരു ഷോ ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, യുവർ ഷോ എന്ന് പറയും. എങ്ങനെയാണ് ഈ ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ എക്സാം ഞാൻ എഴുതിയിരുന്നത് ഈ ഹൗസ് ഏജൻസി ജോബ് വെയിറ്റ് ചെയ്തു വരുന്ന സമയത്ത്, ഇപ്പോൾ വിചാരിച്ച് വെറുതെ ഇരിക്കുന്ന സമയത്ത് എക്സാം എഴുതാം. ഇപ്പോൾ അന്ന് ഈ ഇവിടുത്തെ ഡിഗ്രി എക്സാം ചെയ്യാൻ സമ്മതിച്ചിരുന്നു. അന്ന് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഡിഗ്രി എടുത്തിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയി വർക്ക് ചെയ്യാമെന്നായിരുന്നു. കാരണം ഹസ്ബൻഡ് സിംഗപ്പൂരിലാണ്. അപ്പോൾ കൺജോയിൻറ്റ് ബോർഡ് എക്സാം എന്നാ പറയുക, LRCP MRCS. അപ്പോഴേക്കും എനിക്കൊരു കുട്ടിയായി. അപ്പോൾ 2 കൊല്ലം വർക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒരു വർക്ക് തുടങ്ങിയത്. അപ്പോൾ ഒരു ഹൗസ് ഏജൻസി ജോബ് കിട്ടി ഓംസ്കേക്കിൽ. അങ്ങനെ തുടങ്ങി. അവിടുന്ന് അങ്ങനെ SHO ജോബ് പോയി, രജിസ്ട്രാർ ജോബിലേക്ക് അപ്ലൈ ചെയ്തു. പിന്നെ സീനിയർ രജിസ്ട്രാർ ജോബ് എന്ന് പറഞ്ഞ് അത് പിന്നെയാണ് കൺസൾട്ടൻറ്റ് പോസ്റ്റിന് വന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ നോർമൽ ഇപ്പോൾ സാധാരണ ഒരു ജോലിക്ക് വരുന്ന ഒരാൾക്കാരെ പോലെ തന്നെ വന്നു 1-2 വർഷം നിന്നിട്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരാണ് ഈ 40-50 വർഷമായിട്ട് ഇവിടെ ഉള്ളത്. ആ ഒരു രീതിയിൽ തന്നെയാണ് തുടക്കമെന്ന് പറയാം. അതുപോലെ തന്നെയാണ് തുടക്കം. ഇന്നലെ പോലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു പോകണം. ജോബ് മൊത്തം ചെയ്തു, അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അച്ചീവ് ചെയ്തു, റിട്ടയറുമായി. എന്നിട്ട് നമ്മളിതുവരെ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതന്നെ ഇല്ലേ. കാരണം ഞങ്ങളുടെ ലൈഫ് ഇവിടെയാണ്. ഇപ്പം ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. അവരിവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല. നാട് എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല. കാരണം മക്കളും ഗ്രാൻഡ് ചിൽഡ്രൻസ് ഒക്കെ ഇവിടെ ആകുമ്പോൾ പിന്നെ നാട്ടിൽ പോയിട്ട് ആരെ നോക്കാനെന്നുള്ളതാണ്. ദിസ് എ സ്റ്റോറി ഓഫ് ഓൾ മലയാളീസ് എന്ന് പറയും അല്ലേ. നമ്മളെല്ലാവരും വരുന്നു, 2 വർഷം ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ 5 വർഷം നിന്നിട്ട് കുറച്ച് കാശുണ്ടാക്കുക, നാട്ടിൽ പോകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ റിട്ടയർ ആവുന്നവരെ നിൽക്കുന്നു, ചിൽഡ്രൻ ആവുന്നു, ഗ്രാൻഡ് ചിൽഡ്രൻ ആവുന്നു. പിന്നെ ഇനി എന്തിന് പോകണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ. അതുണ്ട്. പക്ഷെ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണത്. കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്താണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. വളരെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും ജീവിച്ചിട്ടില്ല. ഇന്ത്യയിൽ അത്ര പ്രത്യേകിച്ച് ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് കുറേ കാലമായി. ഇപ്പോൾ എൻ്റെ മെയിൻ ജോലി കുട്ടിയെ നോക്കലുണ്ട്. കുട്ടിയെ ഗ്രാൻഡ് ചിൽഡ്രൻ റിട്ടയർ ചെയ്ത് അതിനുവേണ്ടിയാണ്. ഒരു റിട്ടയർമെന്റ് ഏജ് വരുന്നതിൻ്റെ ഒരു 18 months മുമ്പേ റിട്ടയർ ചെയ്യണമെന്ന് എൻ്റെ മകൾ പറഞ്ഞു. യു ഹാവ് ടു ഡു ദിസ്. ഓക്കെ, ബട്ട് ഇറ്റ്സ് സച്ച് എ പ്ലസന്റ് തിങ് ലുക്കിംഗ് ആഫ്റ്റർ ലിറ്റിൽ ഗ്രാൻഡ് ചിൽഡ്രൻ, എസ്പെഷ്യലി ദ ലിറ്റിലസ്റ്റ് വൺ. മറ്റൊരു കുറച്ചും കൂടെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ അറ്റൻഷൻ ആവശ്യമില്ല. അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നില്ല, 2-3 ദിവസം ചെയ്യും. അല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതേ ഒരു ഡോക്ടറുടെ ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറാണ്, വൈഫും ഡോക്ടറാണെന്ന് പറഞ്ഞാൽ പല ഷിഫ്റ്റുകൾ, ലോങ് ഷിഫ്റ്റുകൾ, നൈറ്റ് ഷിഫ്റ്റുകൾ, അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം ഒരുമിച്ചുള്ള ജോലികൾ, ഇതൊക്കെ ചെയ്ത് കാണുമല്ലോ. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഞാൻ പറയട്ടെ. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞില്ലേ, ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണെന്ന് പറയുന്നതും കൂടെ ഒന്നും കൂടെ പറയണമെന്നുണ്ട്. ഞാൻ ഇപ്പം ഞങ്ങൾ സ്പാനിഷ് ലെസൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ
ഒരു റണ്ണിങ് ക്ലബ് ഉണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് റണ്ണിങ് വിത്ത്. ഇതൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ പറയുന്നത്. ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. പറഞ്ഞു വരുന്നത് there is life after plenty of life after retirement. റിട്ടയർമെന്റ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നാട്ടിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടില്ല എന്നുള്ളത് അതാണോ ഈ സൂചിപ്പിക്കുന്നത്? അതെ, എക്സാക്ട്ലി ദാറ്റ്. നാട്ടിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് അല്ലേ? തീർന്നു എന്നുള്ളതല്ല, പിന്നെയും നാട്ടിലത്തെ പലരും റിട്ടയർ, ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് റിട്ടയർ ചെയ്തിട്ട് ഡൂയിങ് ഡിഫറെന്റ് തിങ്സ്, ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ്. പക്ഷേ മുമ്പത്തെ അവസ്ഥയെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈഫ്. ഇപ്പോൾ ഇൻ മൈ യങ്ങർ ഡേയ്സ് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഇൻ ഇന്ത്യ. നമുക്ക് കിട്ടാതെ പോയ അവസരങ്ങളല്ലേ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കിട്ടുന്നു എന്ന് തോന്നാറുണ്ട് എപ്പോഴും? I think it was a different kind of life then. So I don't feel that I lost out something. There's a lot of things for me to do. There was a lot of dancing, athletics and games. അതൊക്കെ ചെയ്യാനുള്ള opportunity ഉണ്ടായിരുന്നു. So I don't think I lost out. ഒരുപക്ഷേ എൻജോയ്മെന്റിന്റെ തലം വേറെ ആയിരുന്നു എന്നുള്ളതാണ്. ഡിഫറെന്റ് സ്റ്റൈൽ. I think difference now is that the expectations on a woman is now slightly different now. It's more younger people, I think, are much more broad-minded. And they accept things differently. It's a different generation, so you find that change everywhere. നമ്മളൊരു ഓർഡിനറി ഡോക്ടറായിട്ട് വന്നു, കൺസൾട്ടൻ്റ് ആവുന്നു, പിന്നെ ഇത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ആൻഡ് ഒരു ഡയറക്ടർ പോസ്റ്റ് വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇതെന്ന് അച്ചീവ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ എന്താ പറയുക, ലൈഫിൽ നമ്മൾ എന്താണ്? I think the biggest achievement is for me is my family. I did achieve a lot professionally. I'm very proud of that. And I'm glad I retired now and in good health so that I can enjoy the rest of my life as well. I'm glad I could bring up my family at the same time, not compromise for my work. So that was a good thing. നമ്മൾ ഒരുപക്ഷെ നാട്ടിലായിരുന്നെങ്കിൽ ഇത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് തോന്നാറുണ്ടോ? ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നാട്ടിൽ എൻ്റെ മുമ്പത്തെ വിവരം വെച്ചിട്ടാണ് പറയുന്നത്. സോ ഐ മേ നോട്ട് ഗെറ്റ് ഇറ്റ് ഓൾ റൈറ്റ്. അവിടെ a lot of the time government സർവീസിലൊക്കെ you get promoted because you got longer number of years or whatever. അല്ല, quality of work it's not the meritocracy which is the main thing. അതാണ് ചെയ്യുന്നത്. Whereas here you make a success of your life based on your own merit, and you know that yourself. You started at a different level. Now where you are now is a completely different state. പറഞ്ഞു നമ്മൾ എബിലിറ്റി കാണിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊരാണെങ്കിൽ who you know എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ. I think there is a lot of who you know and what your background is, and you know there is a lot of that. ഓക്കെ. അപ്പം ഞാൻ ഇപ്പം ഈ ലോകത്ത് ഒരുപാട് വൈറസുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇബോള വൈറസിനെ കുറിച്ച് പറയുന്നു. ലോകം നശിക്കാൻ പോകുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ പല പ്രാവശ്യം പല അവസരങ്ങളിൽ വന്നിട്ടുണ്ട് ഇത്തരം വൈറസുകൾ. ആ ഒരു സെക്ഷൻ്റെ ഹെഡായിരുന്നല്ലോ ഹെൽത്ത് പ്രൊട്ടക്ഷൻ. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈ എബോള വൈറസ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഫ്ലൂ പാൻഡമിക് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലൂവിനേക്കാളും മീസിൽസിനേക്കാളും ഒക്കെ വളരെ ഇൻഫെക്ഷ്യസ്നെസ് വളരെ കുറഞ്ഞതാണ് എബോള വൈറസ്. ബിഗസ്റ്റ് പ്രോബ്ലം ഇസ് ദ ഹൈജീൻ, ലാക്ക് ഓഫ് ഹൈജീൻ. അതുകൊണ്ടാണ് അത് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് പൊതുവേ ഉള്ളത്. എബോള ഈസ് എ കില്ലർ ഡിസീസ്. ട്രീറ്റ്മെൻറ്റ് ഇല്ല, വാക്സിൻ ടെസ്റ്റഡ് വാക്സിൻ ഇല്ല. ഒരു വാക്സിൻ ഉണ്ട് വിച്ച് ദേ ആർ യൂസിങ് ഓൺ ദ ഫോഴ്സസ് നൗ. പക്ഷേ ടെസ്റ്റഡ് അല്ല, സക്സസ് ആണോ എന്നറിയില്ല. But as a side issue, if I was exposed to Ebola virus, I want that vaccine tested or not tested. That is true. So ingante infectious diseases varuna adhigam in countries where there are the hygiene situation is level not, yes, and they don't follow proper infection control measures, and that allows all the spread. So there is a bigger problem there. It's easier to control Ebola technically compared to measles or flu. റെസ്പിറേഷനിൽ വരുന്നില്ല. റെസ്പിറേഷനിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറിൽ വൈറസ് വന്നാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സ്റ്റോപ്പ്. അല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ പകരുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചുമയ്ക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാൽ പകരുന്ന സാധ്യത കുറവാണെന്നോ? ഇല്ല, അതില്ല ഇതിന്, എബോള വൈറസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇൻഫെക്റ്റീവ് ആവാനുള്ള സാധ്യതയുള്ളത്?
ഇത് കുറേയൊക്കെ ബോഡി ഫ്ലൂയിഡും ആളുകൾ ഡയറിയൊക്കെ അതിൻ്റെ സിംറ്റമാണ്, വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ വൈറസ് ഉണ്ട്, അതിലൊക്കെ ടച്ച് ചെയ്ത് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഹൈജീൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ പോലൊരു സ്ഥലത്താണെങ്കിൽ അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നൊരു വൈറസ് ആയിരിക്കുമല്ലോ ഇത് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ? ഇന്ത്യയിൽ I think it's slightly better in this hygiene situation കുറേം കൂടെ ബെറ്ററാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് ഈ സ്യൂവേജ് ട്രീറ്റ്മെന്റ് ഒക്കെ നോട്ട് ആസ് ഗുഡ് ആസ് ഹിയർ. ഈ വില്ലേജസിലും മറ്റിടത്തൊക്കെ പോകുമ്പോൾ, ടൗണിലൊക്കെ ആകുമ്പോൾ ഇറ്റ്സ് സ്ലൈറ്റ്ലി ഈസിയർ ടു കൺട്രോൾ, കാരണം സ്യൂവേജ് സിസ്റ്റം ഒക്കെ. ഞാൻ ഈ ടോക്കിലേക്ക് വരാൻ തന്നെ കാരണം ഇപ്പം എല്ലാവരും മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കുറച്ച് വറി ചെയ്യുന്ന ഒരു വൈറസാണ് ഇബോള വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പകർച്ചവ്യാധിയാണ്, എങ്ങനെ പകരും, എങ്ങനെ പിടിവിടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അറിയാൻ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അതെ, അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അത് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് അധികം പോയിട്ടില്ല. ആളുകൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നോക്കിയിട്ടാണല്ലോ. പക്ഷേ പുറത്തേക്ക് പോയി കഴിയുമ്പോഴും അത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇതിപ്പോൾ പണ്ട് ഒരു മെനിഞ്ചൈറ്റിസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, 80s-ലൊക്കെ. ഹജ്ജിന് പോയിട്ട് അവിടുന്ന് ആളുകൾ ഒരുപാട് ആളുകൾ കൂടി വരുന്ന സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത, അത് അവിടുന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഓരോരുത്തർ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ സ്പ്രെഡ് ചെയ്തു. പക്ഷെ അത് നോക്കുമ്പോൾ അമേരിക്കയിൽ അധികം സ്പ്രെഡ് ചെയ്തില്ല, ഈജിപ്തിൽ അധികം സ്പ്രെഡ് ചെയ്തില്ല, വേറെ ചില സ്ഥലത്ത് കൂടുതൽ സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രി, ആ എൻവയോൺമെന്റും ഒക്കെ നോക്കിയിട്ടാണ്. ഈ ഇൻഫെക്ഷസ് ഡിസീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതൊക്കെ അതിന്റെ മോഡ് ഓഫ് സ്പ്രെഡ് ഉണ്ട്. ഈ റെസ്പിറേറ്ററി ഇപ്പോൾ പറഞ്ഞില്ലേ, ചുമച്ചിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ടച്ച് ചെയ്താലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കൂടാതെ വേറെയും കുറേ അധികം ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെ സ്പ്രെഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എൻവയോൺമെന്റ് ഇസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ സ്പ്രെഡ്. ഇതിപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇരുന്നിട്ട് ഡയറക്ടറായിട്ട് ഇരുന്നിട്ട് റിട്ടയർ ആയതാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പും പല ഔട്ട് ബ്രേക്സും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പോൾ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഔട്ട് ബ്രേക്സ്, ഇറ്റ് വാസൻറ്റ് an outbreak because we controlled it, because story was avian flu. ഞങ്ങളുടെ നോഫക്കിലാണ് ഇത് ആദ്യം വന്നത്. നോഫക്സ് ഓഫ് കേംബ്രിഡ്ജ് എൻ്റെ ഏരിയയിൽ. So when it first started, I was right in the middle of that. അപ്പോൾ ഇത് ബേർഡ്സ് നിന്നാണ് വരുന്നത്. അന്ന് ടർക്കിന്നാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇൻവോൾവ് കില്ലിങ് എ ലോട്ട് ഓഫ് ടർക്കീസ്. പക്ഷേ അത് നമ്മൾ കൺട്രോൾ ചെയ്തു. അത് ഹ്യൂമൻ സ്പ്രെഡ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് വന്നു, പക്ഷേ വി വർ ഏബിൾ ടു കൺട്രോൾ ദാറ്റ്. പക്ഷേ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് ലോസ് യു ക്യാൻ യൂസ്. ഇങ്ങനത്തെ വരുമ്പോൾ ആനിമൽസും ബേർഡ്സും ഒക്കെ ഹ്യൂമനിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ there are veterinary people and health people work together. And police, if we need to get help from police, they have provided support for us. Avian flu outbreak when we had to deliver vaccine and things. So there is a system here. So it works very well in this country. Ebola, even if it came, at the moment there are a lot of control measures. Paladum ee system, Public Health England is doing a lot of work on that. It's all prepared. അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് കോപ്ര മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അല്ല ഇതിപ്പോൾ ആഫ്രിക്കൻ കൺട്രിയിൽ വന്നതുകൊണ്ടാണോ ഇതിനൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ ആരും മുമ്പോട്ട് വരാത്തത്? ടു ബി ഓണസ്റ്റ്, ഇക്കോണമി ഈസ് എ മെയിൻ റീസൺ. ഡ്രഗ് കമ്പനീസിന് മരുന്നുകൾ ഉണ്ടാക്കിയാൽ അതിന് അതെ, അവർക്ക് പിന്നെ ബിസിനസ് ഫോർ ദം. ഡ്രഗ് കമ്പനീസ് മാത്രമല്ല, മരുന്ന് കണ്ടുപിടിക്കുന്ന ലോട്ട് ഓഫ് സയന്റിസ്റ്റ് ഹു വർക്ക് ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലും ഇപ്പോൾ അമേരിക്കയിലും സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ദേ ആർ നോട്ട് ഓൾ വർക്കിംഗ് വിത്ത് ദ ഡ്രഗ് കമ്പനി. പക്ഷേ ഒരിക്കൽ ആ സയൻസ് അതിൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രഗ് ഡെവലപ്മെന്റ് ഈസ് വിത്ത് ദ ഡ്രഗ് കമ്പനി. But you mentioned, do they get any return? If they don't get return, they don't want to put money into that. അതുപോലെയാണ് HIV ട്രീറ്റ്മെന്റിന് മുൻപുണ്ടായിരുന്നല്ലോ. ഈ ഇവർ പേറ്റന്റ് എടുത്ത കാരണം കുറെ കാലം ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ആഫ്രിക്കൻസ് ടു ഗെറ്റ് മെഡിസിൻ. ഇന്ത്യയാണ് അത് എന്താ ഡ്രഗ് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് കുറേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇന്ത്യ ഡിഡ് എ വണ്ടർഫുൾ തിങ്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ക്ലിൻറ്റൺ ഫൗണ്ടേഷൻ, എൻ്റെ നെഫ്യൂ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഹി ബൈസ് ദ ഡ്രഗ്സ് ചീപ്ലി ഫ്രം ഇന്ത്യ
and then Clinton Foundation sells it or takes it to I don't think they sell it to South Africa and other distribute countries. Yeah. Okay. So that people can be lives can be saved. Okay. സ്വൈൻ ഫ്ലൂ Yes. ഒരു വന്നിട്ട് ലോകം മൊത്തം പടരാൻ പോകുന്നു, പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ഇല്ലായ്മ ചെയ്യപ്പെട്ടു. നല്ല കാര്യമാണ്, ഏതായാലും ഇല്ലായ്മ ചെയ്തു. ആ ഒരു സാഹചര്യം എന്തായിരുന്നു? ആ സമയത്ത് മെഡിക്കൽ ഡയറക്ടർ ആയിരിക്കുന്ന സമയം. I was involved with that very much. ഇത് ഈ ഫ്ലൂ വൈറസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ക്ലെവർ വൈറസ്. ഇറ്റ് മ്യൂട്ടേറ്റ്സ്, അതിൻ്റെ സ്ട്രക്ചർ ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് മാറും. ഷേപ്പ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതിന് മിക്സ് ചെയ്ത് വേറെ എടുത്ത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അതെ, അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രോബ്ലം സ്വൈൻ ഫ്ലൂ പ്രോബ്ലം ആയത് എന്താണെന്ന് വെച്ചാൽ ഈ അനിമലിൽ ഏവിയൻ ഫ്ലൂവിൻ്റെ ഒന്ന് കുറച്ച് മാറിയിട്ട് ഈ സ്വൈൻ ഫ്ലൂയിലേക്ക് വന്നു. അത് എന്നിട്ട് ഹ്യൂമനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ വി വർ ഏബിൾ ടു കൺട്രോൾ ദാറ്റ്. ലോട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ഇൻ പ്ലേസ്, ലോട്ട് ഓഫ് പീപ്പിൾ വർക്ക് ടുഗെദർ, ലോട്ട് ഓഫ് ഡിഫറെന്റ് ഓർഗനൈസേഷൻ. പക്ഷേ അത് ഒരുപക്ഷെ അത് വേൾഡിനെ തന്നെ സേവ് ചെയ്ത് അതിനെ സപ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? I think it's partly control measures, partly the virus itself didn't spread that much. Okay. So it's a combination. പക്ഷേ അങ്ങനെയല്ല ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നല്ലേ എല്ലാം ശരിക്കും? The fear was the worst. Worst will happen. It's better to think like that. ഏറ്റവും മോശമായിട്ടുള്ളത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത്രയും വിഗറസ് ആയിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളൊരു ശ്രമം ഇതിനുണ്ടാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് പറയും? I'll agree with you. എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായിട്ടുള്ള ഇബോള വൈറസ് ലോകത്തെ കീഴടക്കാൻ സാധ്യതയുള്ള ഒരു വൈറസ് വരുന്നു എന്ന് പറയുമ്പോൾ അത്രയും അഗ്രസീവായിട്ട് അന്ന് സ്വൈൻ ഫ്ലൂവിനെ കണ്ട കണക്ക് ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ്? Swine flu spreads much more quickly. That's the other difference. Main difference is that swine flu coughlum kuda spread sneezing loke sneezing inde speed ariyalo 70 miles an hour എന്നൊക്കെ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഒരുപാട് ആൾക്ക് സ്പ്രെഡ് ചെയ്യാം. Ebola doesn't spread like that. So there are two completely different virus. Secondly, swine flu inaണെങ്കിൽ there's already a lot of work on flu, lot of anti-flu and vaccine. So there was control measures was easy. ഇതിനാണെങ്കിൽ ഇപ്പോൾ വാക്സിൻ ഉള്ളത് WHO ഇപ്പോൾ ഡിബേറ്റ് ചെയ്യുന്നത്, ഐ തിങ്ക് ദേ അഗ്രീഡ് ഇത് എത്തിക്കലാണോ അൺടെസ്റ്റഡ് വാക്സിൻ ട്രൈ ചെയ്യാൻ. പക്ഷേ ദേ ഡിസൈഡഡ് ഒരാൾ മരിക്കാൻ പോണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നോ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ അനിമൽസിൽ ഇതൊന്നും ടെസ്റ്റ് ചെയ്യരുതെന്ന് ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഹ്യൂമനിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഇത് ടെസ്റ്റ് അല്ലല്ലോ, ഇറ്റ് വിൽ ബി എ ട്രീറ്റ്മെന്റ്. ഓൾറെഡി ടെസ്റ്റഡ്. ദി ആൾട്ടർനേറ്റീവ് ഈസ് ഫോർ ദി പേഴ്സൺ ടു ഡൈ. ഓക്കേ, ഓൾറൈറ്റ്, ഓക്കേ. എബോള വന്നു കഴിഞ്ഞാൽ they will die. Okay. So you might have, it's a choice between life and death. So there's no argument there. So you want to live. No choice. ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഒരു പരിധി വരെ ഈ ഇൻഫെക്റ്റീവ് ഡിസീസിനെ കുറിച്ച് വറി ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റൊരാൾ തുമ്മുമ്പോഴും നമ്മൾ ആലോചിക്കും ഇത് വല്ല ഫ്ലൂ വല്ലതും ആണോ? നമ്മൾ ഈ ഒരു വിൻ്റർ ടൈമൊക്കെ ആകുമ്പോഴേ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഫ്ലൂ ഒക്കെ വരാറുണ്ടല്ലോ. ഇത് ഒരു കോമൺ ആണോ? ഇത് ആളുകൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്? ഫ്ലൂവിനെ കുറിച്ചാണെങ്കിൽ there is a flu vaccine. അതിപ്പോൾ ഓവർ 60 ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും GP പ്രാക്ടീസിൽ അവർ വിളിച്ച് തരും. നമ്മൾ ചോദിക്കുക അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്? അത് ഫ്ലൂ വാക്സിൻ ഈസ് വെരി എഫക്റ്റീവ്. ഓക്കെ. അല്ല, ഫോർ എക്സാമ്പിൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്ന ഒരാൾ ഒരു ഓവർ 60 എല്ലാവരും കൊടുക്കുന്നു എന്ന് പറയുന്നു. ഒരു വർഷം എടുത്തു, അടുത്ത വർഷം എടുത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് വരാനുള്ള സാധ്യത കൂടെയാണ് ചെയ്യുന്നത്. കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഫ്ലൂ വൈറസ് ആണെന്ന് വെച്ചാൽ അതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ സ്ട്രക്ചർ മാറി വരുന്നത്. അത് കാരണമാണ് ഫ്ലൂ വൈറസ് ഇപ്പോൾ ഫെബ്രുവരി ടൈമിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസൈഡ് ചെയ്യുക വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് ഏത് ഫ്ലൂ ആണ് ഇനി വരാൻ പോകണം എന്നുള്ളത് അവർക്ക് അറിയാം. ബിക്കോസ് ഇറ്റ്സ് മൂവിങ് ഫ്രം ദി ഈസ്റ്റ് ടു ദ വെസ്റ്റ്. ഓസ്ട്രേലിയ, ചൈന, അവിടുന്ന്. അത് WHO വെബ്സൈറ്റിൽ പോയി ഇതൊക്കെ ഇൻഫർമേഷൻ ഏത് ഫ്ലൂ ആണ് കറന്റ്ലി
prevalent എന്നുള്ള എന്നിട്ട് അതാണ് മോർ ലൈക്ലി ടു ബി ഹിയർ ഫ്ലൂ എ ആ വാക്സിൻ പ്രൊഡക്ഷൻ ഫെബ്രുവരി തൊട്ട് വാക്സിൻ പ്രൊഡക്ഷൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും വാക്സിൻ കംസ് ടു ദ മാർക്കറ്റ്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയാണ് ഈ ഫ്ലൂ വൈറസ് എന്ന് പറയുന്നത് ഈ ചില പക്ഷികളുണ്ടല്ലോ ഒരു രാജ്യത്ത് നിന്ന് പല രാജ്യത്തിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണക്ക് ഈ വൈറസും ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് ഡസ് ചേഞ്ച്. അത് ഈ ബേർഡ് ഡ്രോപ്പിംഗ് നിന്നും വൈറസ് വരുന്നുണ്ട്. ഈ ബീസ് ഒക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഒറിജിനലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത്. എന്താ പിഗ്സ് ഒക്കെ ഗ്രേസ് ചെയ്യുന്ന സമയത്ത് അതിലത്തത് കഴിക്കും, അതിൻ്റെ മേലിതായി കഴിയുമ്പോൾ ദറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ പിഗ്സ്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ദാറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ ബേർഡ്സ് വന്നിട്ട് പുതുതായിട്ടുള്ള അതിൻ്റെ മൈഗ്രേറ്ററി പീരിയഡ് ഒക്കെ ഉണ്ട്. അതനുസരിച്ചാണ് അത് വിൻ്റർ ടൈമിലാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി ആകുമ്പോഴേക്കും ഡിസൈഡ് ചെയ്യുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഫ്ലൂ വൈറസ് വിൽ സർക്കുലേറ്റ് ദ ഫോളോയിങ് വിൻ്റർ എന്നുള്ളത്. So you need to know that beforehand so that you can make the vaccine within 6 months. അല്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് വൈറസ് ആണെന്ന് നോക്കാതെ വെറുതെ ഒരു ഫ്ലൂ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെറുതെ ഫ്ലൂ ഇഞ്ചക്ഷൻ you will only get the current the prevalent vaccine. അപ്പോഴത്തെ വാക്സിനേ കിട്ടുള്ളൂ. അത് തന്നെ. അത് ഈ ആ വാക്സിൻ എന്ന് പറയുന്നത് ഈ ഫ്ലൂ തന്നെ പലതരം ഉണ്ടാവാം. ഉണ്ടോ? ഫ്ലൂ there are 2 or 3 different types. പക്ഷേ അതിൻ്റെ ഈ ഫ്ലൂ വാക്സിനിൽ 3 തരം ഫ്ലൂ പക്ഷേ കൺഫ്യൂഷൻ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ എ ബി ആൻഡ് പ്രോബബ്ലി സി അതും ദാറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ കോൾഡ്. ഫ്ലൂ വാക്സിൻ എടുത്തുകൊണ്ട് കോമൺ കോൾഡും അങ്ങനത്തെ അത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു വേറെ ലോട്ട് ഓഫ് അതർ വൈറസസ് ഇങ്ങനെ കോഫും കോൾഡും പനിയൊക്കെ ആയിട്ട് വരുന്നത് അതിനൊന്നും പ്രൊട്ടക്ട് ചെയ്യില്ല. അതിനൊക്കെ നമ്മൾ ജനറലായിട്ട് എല്ലാവരും ഫ്ലൂ എന്ന് ലേബിൾ ചെയ്യുമ്പോൾ തിങ്കിങ് ഈസ് ദാറ്റ് ഫ്ലൂ വാക്സിൻ ഡിഡ്ന്റ് പ്രൊട്ടക്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ കൊല്ലം എടുക്കാതെ ഉണ്ടായിരുന്നു. ഒരു കൊല്ലം ഞാൻ ഓസ്ട്രേലിയയിൽ പോവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വിൻ്ററിൽ ഇവിടെ ഉണ്ടാവില്ല, സോ ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് ഇറ്റ്. ഐ കെയിം ബാക്ക്, ഐ ഗോട്ട് ആക്ച്വൽ ഫ്ലൂ ബി ആൻഡ് ഇറ്റ് റിയലി മേഡ് മീ വെരി വെരി ഇൽ. ജീവിത കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മളിപ്പോൾ 10-30 വർഷം മുമ്പാണല്ലോ ഡോക്ടറായിട്ട് ഇവിടെ തൊഴിൽ 30-40 ഇടയ്ക്ക് വർഷമായെന്ന് വിചാരിക്കാം. നമ്മൾ ആ ജോലി തുടങ്ങുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഈ ഹയർ ഗ്രേഡിലേക്ക് വരുന്തോറും നമ്മൾ ഈ പ്രൊജുഡിസ് ഉണ്ടല്ലോ, അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ അവർ പുറത്ത് പറയാതെ ഉള്ള കുറച്ച് പ്രൊജുഡിസ് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രൊജുഡിസ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. എസ്പെഷ്യലി ടോപ്പ് ലെവലിലേക്ക് വരുമ്പോൾ അത് ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? എൻ്റെ ഒപ്പീനിയനിൽ ടോപ്പ് ലെവലിലേക്ക് വരുമ്പോഴാണ് വളരെ കുറഞ്ഞു കണ്ടത്. ഇപ്പോൾ ഹൗസ് ജോബ് ചെയ്യുമ്പോഴൊക്കെ പണ്ട് വാർഡിലുള്ളപ്പോൾ ഞാൻ വാർഡിൽ നടക്കുമ്പോൾ പേഷ്യൻസ് അവിടുന്ന് നേഴ്സ് എന്ന് വിളിക്കും. ദാറ്റ് വാസ് എ സാധാരണ പേഷ്യൻസ്. ബിക്കോസ് സ്ത്രീനെ കാണുമ്പോൾ white coat ഇട്ടിട്ടും കാര്യമില്ല, they just assume I'm a nurse. Which is okay. So there is that kind of prejudice. ഒരു SHO ജോബിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു, we would like to give you the job but unfortunately you don't drive a car, therefore sorry we can't give you the job. Nobody will do things like that these days. അന്ന് അങ്ങനെ പറഞ്ഞു. അത് പറയാൻ പാടില്ല. അത് nobody says that. പിന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അന്ന് കുട്ടികൾ ചെറുതായിരുന്നു. അപ്പോൾ are you planning to have more children? So ഫീമെയിൽ ഇൻ്റർവ്യൂവർ ആണ് ചോദിച്ചത്. അപ്പോൾ മെയിൽ ഇൻ്റർവ്യൂവർ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ദ ടൈം ഓർ ദ പ്ലേസ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അത് 82-83 ഒക്കെ ആയപ്പോഴാണ്. ഇപ്പോൾ ഒന്നും ആരും ചോദിക്കില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻ. അന്ന് ചോദിച്ചു. ഐ തിങ്ക് സ്ത്രീകൾക്ക് പാര എന്നുള്ളതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ളത്. ഐ വർക്ക് ഫോർ വൺ ഫീമെയിൽ കൺസൾട്ടൻറ്റ്. ഷീ വാസ് നോട്ട് നൈസ് and I don't know for what reason. Obviously I did something which upset her, but she was the only consultant and it took me few years to get out of that because the only reference I could get was from her. That was hard thing, but I got out of that. I know. But afterwards I had no problem, but she was the one who caused me problem. ഈ ഡോക്ടേഴ്സിന് എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ? നമ്മുടെ കൺസൾട്ടന്റിന് പ്ലീസ് ചെയ്തില്ലെങ്കിൽ വി ഡോണ്ട് ഗെറ്റ് എ പ്രോപ്പർ റിപ്പോർട്ട് എന്നുള്ള ഒരു പ്ലീസ് ചെയ്യുന്നതല്ല. ദിസ് വാസ് ജസ്റ്റ് അൺഫോർച്ചുനേറ്റ്. I'm not even certain what that is. Usually it's not one consultant. There are plenty of consultants. So if it's not one person, someone else will
somebody didn't like you. അല്ല അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ വൺ കൺസൾട്ടന്റ്. Its system now is very different. ഓരോരുത്തരും അസസ്മെന്റ് ഉണ്ട്. They got assessment every year. അപ്പോൾ ഒരു കൺസൾട്ടന്റിന് വെരി ബാഡ് ആയിട്ടുള്ളത് എഴുതാൻ പറ്റുന്ന അവസരം ഇല്ല ഇപ്പൊ. They can write bad things. അവരുടെ ഒപ്പീനിയൻ അല്ലേ എഴുതുന്നത്, അവർ അസസ്മെന്റ് ആവറേജ് എടുക്കുമ്പോഴത്തേക്ക് അത് നോക്കുമ്പോൾ ഒരാൾ മാത്രം മോശമായിട്ട് എഴുതിയത് മറ്റാളത് എഴുതിയില്ലെങ്കിൽ then they know there is a problem. ഇപ്പോൾ എനിക്കൊരു ട്രെയിനി വരുമ്പോൾ at the end of that period attachment കഴിയുമ്പോൾ I have to write an assessment. അത് വെബ്സൈറ്റിലാണ് എഴുതുന്നത്. ഇപ്പോൾ so electronic now. അപ്പോൾ ഇറ്റ്സ് ഗുഡ്, യു ഗിവ് യുവർ ഒപ്പീനിയൻ, യു ഹാവ് ടു ഗിവ് ഫീഡ്ബാക്ക് ടു ദി ട്രെയിനി. മുമ്പൊക്കെ ആണെങ്കിൽ അവർ ട്രെയിനീസിന് ഫീഡ്ബാക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഫിനിഷ് അറ്റ് ദി എൻഡ് ഓഫ് 1 year or 2 years or 3 years. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ നെഗറ്റീവായിട്ടുള്ള പോയിന്റ് പറഞ്ഞു. പക്ഷേ ഐ ഹാവ് ടു ടെൽ യു പോസിറ്റീവ് തിങ്സ്. ഇപ്പോൾ എൻ്റെ കൺസൾട്ടൻറ്റ് പോസ്റ്റിന് പോയപ്പോഴും I was interviewed with other local candidates, white candidates, and I got the job. പിന്നെ ഏറ്റവും സർപ്രൈസിങ് അല്ല, ഇറ്റ് വാസ് എ നൈസ് തിങ് ടു ഹാപ്പൻ. ഈ ഡയറക്ടർ പോസ്റ്റിന് പോകുമ്പോൾ ദർ ഇസ് എ ഫുൾ ഡേ അസസ്മെൻറ്റ്. എല്ലാ ഷോർട്ട് ലിസ്റ്റഡ് ആളുകളെയും വിളിച്ച്, അത് നാഷണൽ തിങ്, ഹോൾ ഇംഗ്ലണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെയൊക്കെ ഒരു സ്ഥലത്ത് വിളിച്ച് ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ഉണ്ട് അവർ. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ വരുന്നത്, സെപ്പറേറ്റ് ഇൻ്റർവ്യൂ. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഡേക്ക് ആണെങ്കിൽ അന്ന് ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഹോളിഡേക്ക് പോകുമായിരിക്കുന്നു. വി ആർ ഗോയിങ് ടു കംബോഡിയ. So I went to the HR woman and said, I'm not able to come there. I won't be here, I'm on holiday. അപ്പോൾ നേരെ ഡയറക്ടറുടെ അടുത്ത് ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, oh, she can't come. Okay, we will do another one for her. So they set up another assessment day for me, just for me. That is expensive for the health protection agency, but they did that. Then I went for the interview. മറ്റുള്ളവരൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെയായിരുന്നു. I got the job. There were 2 jobs I applied for. Both I was offered, the others weren't offered. So that's also that's very good, very good. അപ്പോൾ അത്രയും ഇന്റലിജന്റ് ആണെന്നുള്ളതാണ്. ഇന്റലിജന്റ് എന്നുള്ളതല്ല, it's just that I didn't find I was the best candidate at the time, so I was offered the job. അത്രേ ഉള്ളൂ. അത് it doesn't say one person is more intelligent or less intelligent. പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ UK-യിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് തന്നെ എടുക്കൂ. ഇംഗ്ലണ്ടിൽ എടുക്കുകയാണെങ്കിൽ ധാരാളം മലയാളി ഡോക്ടേഴ്സ് ഉണ്ട്, ഇല്ലേ? നമുക്കറിയാവുന്നതാണ്. ഈ ഒരു പോസ്റ്റിൽ ഇപ്പോൾ ഡയറക്ടർ പോസ്റ്റിലെത്തി എന്ന് പറഞ്ഞ് എത്ര ഡയറക്ടേഴ്സാണ് ഇംഗ്ലണ്ടിലുള്ളത്? അന്ന് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏജൻസി ഡയറക്ടേഴ്സ് 25 പോസ്റ്റ്. അപ്പോൾ അതായത് നമ്മൾ UK-യിലെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏജൻസി ഡയറക്ടേഴ്സ് എന്നുള്ളതിൽ 25 ആൾക്കാർ. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്നിട്ടുള്ളതിൽ 25-ൽ ഒരാളാവാൻ കഴിഞ്ഞില്ലേ? അതൊരു അച്ചീവ്മെന്റ് അല്ലേ? I should be very grateful for അതിൽ ഇപ്പം ഞങ്ങളുടെ യുവർ ഷോ എന്ന പറയുന്ന ഈ പ്രോഗ്രാം തന്നെ ധന്യമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് തന്നെ. I feel quite embarrassed when you say these things, but thank you. That is your achievement. ഇൻഫെഷ്യസ് ഡിസീസിനെ കുറിച്ചിട്ട് കൂടുതൽ അഗാധമായി പഠിക്കുകയും ഇത്രയും വർഷം ജോലി ചെയ്യുകയും മെഡിക്കൽ ഡയറക്ടർ വരെ ആവാൻ കഴിഞ്ഞ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളുടെ മലയാളികൾക്ക് ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കും? ഇവിടെ ഇൻഫെഷ്യസ് ഡിസീസ് ഇന്ത്യയിലും ഇതുപോലെ തന്നെയാണ്. പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഇൻഫെഷ്യസ് ഡിസീസസ് ഇപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനാണ് ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ തൊട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ മീസിൽസ്, മംസ്, റുബെല്ല, ഡിഫ്തീരിയ, വാക്സിനേഷൻസ് എല്ലാം കൃത്യമായിട്ട് എടുക്കണം. എല്ലാ വാക്സിനേഷനും അതാത് സമയത്ത് എടുക്കേണ്ടതാണ്. ഇന്ത്യയിലും വളരെ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഇവിടെ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല അതിനെക്കുറിച്ച്. സോ ടേക്ക് ഓൾ ദ വാക്സിൻ ദാറ്റ് ഈസ് അവൈലബിൾ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഏഷ്യൻസിനുള്ള ഒരു അസുഖമുള്ളത് TB ആണ്. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചില്ല. സെക്കൻഡ് ജനറേഷൻ ഏഷ്യൻസിനും TB ഉണ്ട്. നോട്ട് ജസ്റ്റ് മലയാളീസ്, ബട്ട് ഫസ്റ്റ് ജനറേഷൻസിന് കൂടുതൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ജനറേഷനിലും ഹയർ ഇൻസിഡൻസ് ദാൻ ലോക്കൽ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ റേറ്റ് പെർ 100,000 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ആളുകളുടെ റേറ്റ് സേ 2 per 100,000 എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ 20-30 per 100,000 വരാനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണ്. TB ഉള്ളത് ബിക്കോസ് ആളുകൾ നാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നുണ്ടല്ലോ. പക്ഷേ ഏഷ്യൻസിൻ്റെ വേറെ ഒരു വ്യത്യാസം എന്താ TBക്ക് എന്ന് വെച്ചാൽ, ഇവിടുത്തെ ആളുകൾക്ക് കൊക്കേഷ്യൻസിന് കിട്ടുമ്പോൾ ലങ് ഇൻഫെക്ഷനാണ് കൂടുതൽ വരിക. നമ്മുടെ ആളുകൾക്ക് ലങ് മാത്രമല്ല എക്സ്ട്രാ പൾമനറി TB ധാരാളം വരുന്നുണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ
കുറച്ചും കൂടെ വിഷമമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ പീപ്പിൾ ആർ മോർ അവെയർ ഓഫ് ഇറ്റ്. ഇപ്പോൾ സ്പൈനൽ TB ഒക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ ഇറ്റ്സ് ക്വൈറ്റ് ഡേഞ്ചറസ്. TB, മെനിഞ്ചൈറ്റിസ്. അത് ഇപ്പോൾ ഇത് ഒരു കോമൺ പേഴ്സണ് ഇതാണെന്ന് എങ്ങനെ അറിയാൻ കഴിയും? കോമൺ പേഴ്സൺ അറിയാൻ വിഷമാണ്. അതിനാണ് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് വിട്ടുമാറാത്ത ചുമ, അതുപോലെ വേറെ ഇങ്ങനെ പെയിൻ, ബോൺ പെയിനും ഒക്കെ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് അറിയില്ല, പക്ഷേ ദർ ആർ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ GPയുടെ അടുത്തൊന്ന് ഇങ്ങനെ പെർസിസ്റ്റിംഗ് സിംറ്റം ആണെങ്കിൽ GPയുടെ അടുത്ത് യൂഷ്വലി ഇപ്പോൾ അവർ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡയബറ്റീസും നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ അവർ ഡയബറ്റീസ് കൂടുതൽ ചെക്ക് ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്, കാരണം പീപ്പിൾ ആർ മോർ അവെയർ ഓഫ് ഇറ്റ് ഉണ്ട്. പക്ഷേ TBയുടെ കാര്യം പറഞ്ഞാൽ കുട്ടികൾ ജനിച്ചവർക്ക് അവർക്ക് BCG കൊടുക്കുന്നുണ്ട്. വരാനുള്ള സാധ്യത കുറവായിരിക്കും. വരാനുള്ള സാധ്യത കുറവാണ്. കുറച്ച് ഫസ്റ്റ് ഇയറിൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ പൾമനറി TB പിന്നീട് വന്നുകൂടാന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ ഒന്നും അതിനുള്ളത് എടുക്കാനുള്ള സാധ്യത. ഇപ്പം സ്കൂളിൽ BCG മുമ്പ് കൊടുത്തിരുന്നു, ഇപ്പം അത് നിർത്തിയത് കാരണം അത് ഇസ് നോട്ട് വെരി ഇഫക്റ്റീവ്. ആ ചൈൽഡ്ഹുഡ് TB പ്രൊട്ടക്ട് ചെയ്യാനാണ് ബർത്തിൽ ന്യൂ ബോൺ ബേബീസിന് BCG കൊടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ റിട്ടയർ ആയെങ്കിലും മറ്റു ജോലികളിൽ വ്യാപൃതയായിരിക്കുന്നത് കൊണ്ട് സമയക്കുറവുണ്ടെങ്കിലും നമ്മളുടെ ഈ യുവർ ഷോയിലേക്ക് വന്ന് പങ്കെടുത്തതിന് മലയാളികളുടെ പേരിൽ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നെ വിളിച്ചതിന് വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു. അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക് യു.